ഇന്നൊരു പുതിയ ഹൊറർ മൂവിയുടെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ വേറൊരു കാര്യം, ആകെ 3 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. അവർ പോലും പ്രോപ്പറായിട്ടൊരു കമൻറ്റോ ലൈക്കോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ ചാനൽ വളരുന്നത്? അതിലൊന്ന് ഞാൻ തന്നെയാണ്. രണ്ടാമത്തത് തമിഴ്നാട്ടിൽ നിന്നുള്ള റിസ്വാൻ, അടുത്തത് പാകിസ്ഥാനിൽ നിന്നുള്ള സാജിദ്. താങ്ക്സ് ബഡി. കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മുടെ റിസ്വാൻ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സാജിദ് ജി കമൻറ്റ് കറോ, ലൈക്ക് കറോ, ഷെയർ കറോ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള റിസ്വാനും പാകിസ്ഥാനിൽ നിന്നുള്ള നമ്മുടെ സാജിദിനും വേണ്ടി 2024 ഇംഗ്ലീഷ് ഡാർക്ക് ഹൊറർ ഫിലിമായി റിലീസായിട്ടുള്ള ദ ബാറ്റ്മാൻ എന്ന മൂവി മലയാളത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഒന്നും കൂടി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ഗ്രൗണ്ടിൽ നിന്ന് ബേസ്ബോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അച്ഛനെയും മകനെയുമാണ്. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് മകനെ കാറിന്റെ സമീപം നിർത്തി ലോക്കർ റൂമിലേക്ക് പോകുന്ന അച്ഛനെയാണ് പിന്നീട് കാണിക്കുന്നത്. വണ്ടിയുടെ അടുത്തായി നിൽക്കുന്ന കുട്ടി സ്ട്രീറ്റ് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത് കണ്ട് ഭയന്ന് അച്ഛനെ അന്വേഷിച്ച് ലോക്കർ റൂമിലേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ വായിൽ നിന്ന് പതുപോലെ എന്തോ ഒന്ന് വന്ന് നിലത്ത് കിടന്ന് പിടയുന്ന അച്ഛനെയാണ് കുട്ടി കാണുന്നത്. പെട്ടെന്ന് തന്നെ പിന്നിൽ നിന്ന് ഭീകരമായ ഒരു കൈ വന്ന് കുട്ടിയെ പിടിക്കുകയും ഒരു ബാഗിന്റെ ഉള്ളിലേക്ക് കുട്ടിയെ വളച്ചൊടിച്ച് കയറ്റി ബാഗിന്റെ സിപ്പിട്ട് ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ബാറ്റ്മാൻ. നമ്മളെ കൈ കിട്ടിയാലും ഇതുപോലെ വളച്ചൊടിച്ച് ബാഗിലിട്ട് കൊണ്ടുപോകും. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായകനായിട്ടുള്ള പാട്രിക്കിനെയാണ്. മരം വെട്ടാനുള്ള ഒരു മെഷീൻ പാട്രിക് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി കുറെ ബിസിനസ് ലോണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പാട്രിക് അതിന്റെ ട്രേഡ് മാർക്ക്, അപ്രൂവൽ ഇതിനെയൊക്കെ കുറിച്ച് തന്റെ ഫ്രണ്ട് ടോണിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം പാട്രിക്കിന്റെ ഭാര്യയായിട്ടുള്ള കരീന, അവളുടെ സഹോദരി നോറ, പിന്നെ പാട്രിക്കിന്റെ മകനായിട്ടുള്ള ജേക്ക് എന്നിവരെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പാട്രിക്കിന്റെ വീടിന്റെ പുറകുവശം ഒരു വലിയ കാടാണ്. രാത്രി വേസ്റ്റ് കളയാൻ പുറത്തിറങ്ങിയ പാട്രിക് എന്തോ ഒരു ശബ്ദം കേട്ട് ആ കാടിനുള്ളിലേക്ക് എന്താണെന്ന് നോക്കാൻ പോകുന്നുണ്ട്. വെറുതെ നമ്മളെ പേടിപ്പിക്കാനായിട്ടാണേ. അതൊരു മരപ്പെട്ടിയായിരുന്നു. ഇത് കണ്ട് പേടിച്ച് പാട്രിക് ഓടി വീട്ടിൽ കയറി ഡോറ് ലോക്ക് ചെയ്യുകയാണ്. തന്റെ തടിമില്ലിലിരുന്ന് ഫ്രണ്ട് ടോണിയുമായി സംസാരിക്കുന്ന പാട്രിക്കിനെയാണ് പിന്നീട് കാണിക്കുന്നത്. അവന്റെ കയ്യിൽ ഒരു ചെറിയ തടിബൊമ്മയും അത് ഷേപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ കത്രികയുണ്ട്. ചെറുപ്പം മുതൽ തന്നെ പാട്രിക് ഇത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ചെറിയ പ്രായത്തിലുള്ള പാട്രിക് അവന്റെ ഫ്രണ്ടുമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു മൈനിങ് ഏരിയയ്ക്ക് സമീപമുള്ള ഗുഹയിലേക്ക് പോവുകയാണ്. രണ്ടുപേർക്കും നല്ല പേടിയാവുന്നുണ്ട്. എങ്കിലും പാട്രിക്കിന് ആ ഗുഹയ്ക്ക് അടുത്തായി നിൽക്കുന്ന മരത്തിന്റെ കൊമ്പ് വേണം. അവന് പുതിയൊരു തടിബൊമ്മ ഉണ്ടാക്കാനാണ്. പാട്രിക്ക് ധൈര്യം സംഭരിച്ച് ആ മരത്തിന്റെ അടുത്തേക്ക് ചെന്ന് അത് പിടിച്ച് വലിച്ച് നിലത്തേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. പറ്റുന്നില്ല. എന്നാൽ പാട്രിക്കിന്റെ സുഹൃത്ത് അവനെ വഴക്ക് പറഞ്ഞ് പേടിപ്പിച്ച് തിരികെ വിളിക്കുമ്പോൾ പാട്രിക്ക് സുഹൃത്തിന്റെ അടുക്കലേക്ക് തിരിച്ചു നടക്കുകയാണ്. അപ്പോഴുണ്ട് ആ മരം ഗുഹയ്ക്കുള്ളിൽ നിന്ന് ആരോ പിടിച്ച് വലിച്ച പോലെ ഒടിഞ്ഞ് നിലത്ത് വീഴുകയാണ്. പാട്രിക്ക് പിന്നെയും തിരികെ ചെന്ന് മരത്തിന്റെ കൊമ്പ് ചെറിയൊരു കത്തി വെച്ച് മുറിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഗുഹയുടെ അകത്തു നിന്ന് ഒരു കത്രിക പാട്രിക്കിന്റെ അടുക്കലേക്ക് വന്ന് ആ ഇരുട്ടിലൂടെ തന്നെ പാട്രിക്കിന്റെ മുടി കട്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ആളാരാന്ന് മനസ്സിലായി കാണുമല്ലോ. വേറെ ആരുമല്ല, നമ്മുടെ ബാറ്റ്മാൻ തന്നെ. പിന്നീട് കാണിക്കുന്നത് പ്രസന്റിലുള്ള സീനാണ്. വീടിന്റെ പുറകുവശത്ത് കുഞ്ഞിനെ കളിക്കാനിരുത്തിയ ശേഷം അവിടെ ഇരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന കരീനിയാണ് കാണിക്കുന്നത്. അല്ല, ഞാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക, ഈ വീടിന്റെ പുറകുവശത്ത് ഇത്രയും വലിയ കാടാണെന്നും അറിയാം, ഇതൊരു ചെറിയ കുട്ടിയാണെന്നും അറിയാം. അപ്പൊ ഇതിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ കളിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഇത് കാട്ടിലെങ്ങാനും കയറിപ്പോയാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഓക്കെ, കഥയിൽ ചോദ്യമില്ല. അപ്പൊ നമുക്ക് വീണ്ടും കഥയിലേക്ക് വരാം. അപ്പോൾ കുട്ടി അവിടെ ഇരുന്ന് കളിക്കുകയാണ്. കരീന അവിടെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ കുട്ടി, ഫുള്ള് കാണിക്കുന്നില്ല കേട്ടോ, അതെന്ത് കുട്ടിയാണോ പാവയാണോ ഒന്നും മനസ്സിലാവുന്നില്ല, അതുപോലൊന്ന് കാടിന്റെ ഇടയ്ക്ക് നിന്ന് കുട്ടിയെ ടാറ്റ ടാറ്റ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇത് കണ്ട് കുട്ടി കാടിനുള്ളിലേക്ക് കയറി പോവുകയാണ്. കാടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയ കുട്ടിയെ കരീന അപ്പോഴും കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞ് കരീന കുട്ടിയെ അന്വേഷിക്കുക. കുട്ടിയുടെ കയ്യിൽ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ഫ്ലൂട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ഇത് പാട്രിക്ക് കുട്ടിക്ക് സമ്മാനമായി നൽകിയതാണ്. ഈ ഫ്ലൂട്ടും വായിച്ച് വായിച്ചാണ് കുട്ടി കാടിനുള്ളിലേക്ക് ഈ പാവയുടെ പിന്നാലെയായിട്ട് പോകുന്നത്. കരീന പരിഭ്രാന്തിയോടുകൂടി കുട്ടിയെ കാട് മുഴുവൻ തപ്പുന്നുണ്ട്. പക്ഷെ കരീനയ്ക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. എവിടെ നിന്നോ ഫ്ലൂട്ടിന്റെ ശബ്ദം കേട്ട് കരീന ആ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ കുട്ടിയെ കണ്ടുകിട്ടുകയാണ്. രാത്രി വീട്ടിലെത്തിയ പാട്രിക്കിനോട് കരീന കുട്ടി കാട്ടിലേക്ക് കയറിപ്പോയതും അവൾ കുറച്ചു നേരത്തേക്കെങ്കിലും ഭയപ്പെട്ടു പോയ കാര്യവും ഒക്കെ പറയുന്നുണ്ട്. പാട്രിക് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വീട്ടിലെ ലൈറ്റ്സ് ഒക്കെ ഒന്ന് ബ്ലിങ്ക് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ.
പാട്രിക് അവന്റെ തടിബൊമ്മ ഷേപ്പാക്കി എടുക്കാൻ നോക്കുമ്പോഴാണ് ബാങ്കിൽ നിന്നുള്ള ഒരു ഇമെയിൽ വരുന്നത് അവൻ കാണുന്നത്. പെട്ടെന്ന് പെൻഡിങ് ആയിട്ടുള്ള മുഴുവൻ എമൗണ്ടും ക്ലിയർ ആക്കിയില്ല എങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് കാണിച്ചുള്ള ഫൈനൽ നോട്ടീസ് ആയിരുന്നു അത്. ഭാര്യ കാണാതെ ഇരിക്കാൻ പാട്രിക് ആ ഇമെയിൽ ഡിലീറ്റ് ആക്കി കളയുന്നുണ്ട്. ദേഷ്യത്തിൽ ടേബിളിന്റെ പുറത്ത് കത്തി വെച്ച് പാട്രിക് ആഞ്ഞു കുത്തുകയാണ്. ആ കത്തി രണ്ടായി ഒടിഞ്ഞു പോവുകയാണ് കേട്ടോ. പെട്ടെന്ന് ബേബി ക്യാമിലേക്ക് നോക്കിയ പാട്രിക് ജേക്ക് എണീച്ചു നിന്ന് ആരെയോ നോക്കി ചിരിക്കുന്നത് കാണുന്നു. നേരെ ജേക്കിന്റെ റൂമിലെത്തിയ പാട്രിക് ആരെ നോക്കിയാ നീ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് കുട്ടിയുടെ റൂമിന്റെ വിൻഡോ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പുറത്തു നിന്ന് വലിയൊരു ശബ്ദം പാട്രിക് കേൾക്കുന്നുണ്ട്. പാട്രിക് പെട്ടെന്ന് തന്നെ ജനാല അടച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും വീടിനുള്ളിലെ കറണ്ട് എല്ലാം കട്ടാവുന്നുണ്ട് കേട്ടോ. ഉറങ്ങിക്കിടന്ന കരീനെ എണീച്ച് പാട്രിക്കിനോട് കാര്യം അന്വേഷിക്കുന്നുണ്ട്. പുറത്ത് ആരോ ഉണ്ട് എന്നും കറണ്ട് ഫുള്ളും കട്ടായിട്ടുണ്ട് എന്നും പറയുന്നു. പെട്ടെന്ന് മുകളിലത്തെ ജേക്കിന്റെ റൂമിൽ നിന്നും വലിയൊരു ശബ്ദം കേൾക്കുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് പാട്രിക് ഓടി മുകളിലേക്ക് പോകുന്നുണ്ട്. കരീന ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുകയും സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ശബ്ദം മക്കൾ കിടക്കുന്ന റൂമിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എന്റെയൊക്കെ അമ്മയാണെന്നുണ്ടെങ്കിൽ മുന്നും പിന്നും ഒന്നും നോക്കത്തില്ല, അപ്പൊ തന്നെ എന്നെ തൂത്തുപറക്കി എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കും. പക്ഷെ കരീന നല്ല കൂൾ മദറാൻ തോന്നുന്നു കേട്ടോ. പാട്രിക് കുട്ടിയെ എടുത്ത് കരീനയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അതിനുശേഷം റൂം അടച്ച് അവിടെ നിൽക്കാൻ പറയുകയാണ്. അതിനുശേഷം പാട്രിക് ഒരു ബേസ് ബാറ്റും എടുത്ത് നേരെ കിച്ചണിലേക്ക് വരികയാണ്. ഈ സീൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ആശ്വസിച്ചിരുന്നു കേട്ടോ. കാരണം നോർമൽ ഇംഗ്ലീഷ് മൂവീസിന്റെ പോലെ ഒരു സൗണ്ട് കേട്ട ഉടനെ തന്നെ ആരാണെന്ന് നോക്കാൻ വേണ്ടി ഡോറും തുറന്നു പുറത്തൊന്നും പോയില്ലല്ലോ. പാട്രിക് എന്തായാലും അടുക്കള വശത്ത് നിന്നിട്ടല്ലേ ചോദിക്കുന്ന ആരാ അവിടെയെന്ന് വിചാരിച്ച് തീരേണ്ട സമയം. പാട്രിക് നേരെ അടുക്കള വശത്തെ ഡോർ ഓപ്പൺ ആക്കി ആ ബേസ്ബോൾ ബാറ്റും പിടിച്ച് ആരാടാ അവിടെ പുറത്തു വാടാ എന്നൊക്കെ ആ കാട്ടിലേക്ക് നോക്കി വിളിച്ചു പറയുകയാണ്. ഒരു ബൈക്ക് സ്റ്റാർട്ട് ആവണ പോലെ എന്തോ ഒരു ശബ്ദം മാത്രം അപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ദാണ്ടെ കുട്ടിയുമായിട്ട് സേഫ് ആയിട്ട് ആ റൂമിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് കരീന ജേക്കുമായിട്ട് വന്ന് വെളിയിൽ വന്ന് നിൽക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ പോലീസ് എത്തി എല്ലായിടത്തും പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇവിടെയും പോലീസ് വരാറുള്ളതെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. വീട്ടിൽ സെക്യൂരിറ്റി സിസ്റ്റം സെറ്റ് ചെയ്യാനാണ് പോലീസ് പറയുന്നത്. അങ്ങനെ പാട്രിക് വീട്ടിൽ ഒരു സെക്യൂരിറ്റി സിസ്റ്റം സെറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി ജേക്കിനെ കുളിക്കാനായിട്ട് ബാത്ത് ടബിൽ ഇരുത്തിയിരിക്കുകയാണ്. പാട്രിക് അടുത്ത് തന്നെയുണ്ട്. ജേക്ക് അവന്റെ ഫ്ലൂട്ട് ആവശ്യപ്പെടുകയാണ്. ഫ്ലൂട്ട് എന്ന് പറഞ്ഞ് ഈ കൊച്ചു കിടന്ന് കരയുന്നുണ്ട്. കുട്ടിയെ നോക്കിക്കൊള്ളാൻ കരീനയോട് പറഞ്ഞ ശേഷം ഫ്ലൂട്ട് അന്വേഷിച്ച് പാട്രിക് താഴേക്ക് പോകുന്നുണ്ട്. കരീനയും അവളുടെ സഹോദരി നോറയും കൂടി ആ റൂമിൽ ഇരിപ്പുണ്ട് കേട്ടോ. അന്ന് പോലീസ് വന്നു പോയ ശേഷം പാട്രിക് കരീനയുമായി സംസാരിക്കുന്ന സമയത്ത് ഫ്ലൂട്ട് ഒരു കാർട്ടൺ ബോക്സിന്റെ മുകളിൽ വെച്ചിരുന്നതാണ്. പാട്രിക് നേരെ ആ റൂമിലെത്തി ഫ്ലൂട്ട് അന്വേഷിക്കുമ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല. പാട്രിക് ഫ്ലൂട്ട് അന്വേഷിച്ച് താഴത്തെ റൂമിലേക്ക് പോയി എന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ജേക്ക് ഓക്കെ ആണോ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. കുട്ടി അവിടെ ഇരുന്ന് ഓക്കെ ആണ് എന്നും പറയുന്നുണ്ട്. പെട്ടെന്നാണ് വാഷ്റൂമിന്റെ ലൈറ്റ് ഓഫ് ആവുന്നതും വാഷ്റൂമിന്റെ ഡോറ് തനിയെ അടയുന്നതും. പാട്രിക് പിന്നെയും ജേക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി മറുപടി ഒന്നും പറയുന്നില്ല. പാട്രിക് ജേക്ക് എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് ഓടുകയാണ്. ഒരു മനുഷ്യൻ താഴെ കിടന്ന് ഇത്രയും കൂകി വിളിച്ചിട്ടും അടുത്ത റൂമിലിരുന്ന കരീനയും നോറയും ഇത് കേട്ടില്ല എന്നുള്ളതാണ് രസം. പാട്രിക് ഓടി വാഷ്റൂമിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ കരീനയും കൂടി അടുത്ത് വന്ന് ഡോർ ഓപ്പൺ ആക്കി ലൈറ്റ് ഓഫ് ആക്കിയത് ജേക്ക് ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് ഡോളിയാണ് എന്നാണ് കുട്ടി മറുപടി പറയുന്നത്. പാട്രിക് വെളിയിൽ ചപ്പുചവറുകൾക്കിടയിൽ ഫ്ലൂട്ട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടുന്നില്ല. അന്ന് രാത്രി അവർ ജേക്കിനെ അവരുടെ റൂമിൽ തന്നെ കിടത്തുകയാണ്. നല്ല തീരുമാനം. ഉറക്കത്തിൽ പാട്രിക് അവന്റെ അച്ഛനെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. ഫോൺ വൈബ്രേറ്റ് ആകുന്നത് കേട്ടിട്ടാണ് പാട്രിക് ഉറക്കമുണരുന്നത്. സെക്യൂരിറ്റി സിസ്റ്റം ബ്രേക്ക് ആയതിന്റെ വാർണിംഗ് മെസ്സേജ് വന്നതാണ്. പാട്രിക് ഓടി താഴെ വന്ന് മെയിൻ ഡോറിന്റെ അടുത്തുള്ള സെക്യൂരിറ്റി സിസ്റ്റം വീണ്ടും ലോക്ക് ചെയ്യുന്നു. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയ പാട്രിക് ഗാരേജിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. നേരെ പുറത്തിറങ്ങി അതിനുള്ളിൽ ടോർച്ചടിച്ച് ചെക്ക് ചെയ്തപ്പോൾ ഒരു പാവയാണ് ഉണ്ടായിരുന്നത്. പാട്രിക് പുറത്തിറങ്ങിയപ്പോഴേക്കും ഡോർ ഓട്ടോമാറ്റിക്കായി ലോക്ക് വീണു. ഡോർ തുറക്കാൻ ചെടിച്ചട്ടിയുടെ അടിയിൽ വെച്ചിരുന്ന കീ നോക്കിയപ്പോൾ അതവിടെ ഉണ്ടായിരുന്നില്ല. അടുക്കള വശത്തെ ഡോറിന്റെ താഴെയായി പെറ്റ്സിന് കയറാനുള്ള ഒരു വഴിയിലൂടെ എങ്ങനെയോ നുഴഞ്ഞ് ചെറുതായി അകത്ത് കയറി ഡോറിന്റെ ലോക്ക് എടുക്കാനായിട്ട് പാട്രിക് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അകത്ത് ഹാളിലായി സോഫയിലിരുന്ന് ഫ്ലൂട്ട് വായിക്കുന്ന ആ രൂപത്തെ പാട്രിക് കാണുന്നത്. ഡോറിന്റെ ഗ്ലാസ് ഇടിച്ചു പൊളിച്ച് പാട്രിക് കരീന എന്നു വിളിച്ച് വീടിന്റെ അകത്തേക്ക് ഓടിക്കയറി മുകളിലെത്തി കരീനയോട് കുട്ടിയുമായി സേഫായി ഡോർ അടച്ച് റൂമിനുള്ളിൽ തന്നെ ഇരിക്കാൻ പറയുന്നു. പാട്രിക് താഴെ പോയി അവിടെ
എല്ലാം അന്വേഷിച്ചുവെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോഴും സെക്യൂരിറ്റി സിസ്റ്റം തുടർച്ചയായി തന്നെ അലാം അടിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം പോലീസ് എത്തി അവിടെ എല്ലാം ചെക്ക് ചെയ്തു എങ്കിലും അവർക്കൊന്നും തന്നെ. പാട്രിക് മില്ലിലെത്തി ടോണിയോട് പണ്ട് മിസ്സായ തന്റെ തുപ്പിയും ആ തടിബൊമ്മയും പാട്രിക്കിന്റെ ഗാരേജിൽ നിന്നും കിട്ടിയ കാര്യം പറയുന്നുണ്ട്. അവൻ പാട്രിക്കിനോട് പണ്ട് പാട്രിക്കിനെ ട്രീറ്റ് ചെയ്ത സൈക്യാട്രിക് ഡോക്ടറിനെ ഒന്ന് പോയി കാണാൻ പറയുകയാണ്. ജേക്കുമായി പാർക്കിലിരിക്കുന്ന കരീനയാണ് പിന്നീട് കാണിക്കുന്നത്. കുട്ടി കരീനയ്ക്ക് ഗിഫ്റ്റ് എന്നും പറഞ്ഞ് ഒരു പേപ്പർ റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കരീന അത് ഓപ്പണായി നോക്കുമ്പോൾ കുട്ടിയുടെയും കരീനയുടെയും ചിത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. കുട്ടി അപ്പോഴേക്കും ഓടി കളിക്കാനായിട്ട് പോയിരുന്നു. കരീന നോക്കുമ്പോൾ കുട്ടിയുടെ അടുത്തായി ബാഗ്മാൻ നിൽക്കുന്നതാണ് കാണുന്നത്. ബാഗ്മാൻ ബാഗ് ഓപ്പൺ ആക്കാൻ പോകുമ്പോഴേക്കും കരീന കുട്ടിയെ വലിച്ച് പുറത്തെടുക്കുകയാണ്. പാട്രിക് സ്വപ്നത്തിൽ നിന്നും ചാടി എണീക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അത് അവന്റെ വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് പാട്രിക്കും കരീനയും കൂടി പാട്രിക്കിനെ പണ്ട് ചികിത്സിച്ചിരുന്ന സൈക്യാട്രിക് ഡോക്ടറിനെ കാണാൻ വന്നിരിക്കുന്നതാണ്. ഡോക്ടർ പാട്രിക്കിനുണ്ടായ ചൈൽഡ്ഹുഡ് ട്രോമയെക്കുറിച്ചും അതിന് ട്രീറ്റ്മെന്റ് എടുത്തതിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. കുട്ടിയായിരുന്ന പാട്രിക്കിന് ഇങ്ങനെ ഒരു ട്രോമ ഉണ്ടാകാനുള്ള കാരണം അവന്റെ അച്ഛൻ കുട്ടിയായിരിക്കുമ്പോൾ അവനെ ആ മൈനിങ് ഏരിയയുടെ അടുത്ത് കൊണ്ടുപോവുകയും ബാഗ്മാനെ കുറിച്ച് കുറെ പറഞ്ഞ് ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഡോക്ടർ പറയുന്നത് ബാഗ്മാൻ എന്ന് പറയുന്നത് ഒരു സ്റ്റോറി മാത്രമാണെന്നും അത് കുട്ടികളുടെ ഒരു ഇമാജിനേഷൻ ആണെന്നും ഒക്കെയാണ്. പാട്രിക്കിനോടും കരീനയോടും കുറച്ചു ദിവസം ടെൻഷൻസ് എല്ലാം ഒന്ന് ഒഴിവാക്കി വേറെ എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ ഡോക്ടർ ആവശ്യപ്പെടുകയാണ്. കുട്ടിയെ നോറയുടെ ഫ്ലാറ്റിൽ ആക്കിയ ശേഷം പാട്രിക് ഭാര്യയുമൊത്ത് ഒരു ഹോട്ടലിൽ മുറിയെടുക്കുകയാണ്. അന്ന് പാട്രിക്കും കരീനയും ഒരുപാട് നേരം ബാഗ്മാനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കരീനയുടെ സഹോദരിയുടെ കൂടെ ഉണ്ടായിരുന്ന ജേക്ക് നല്ല ഉറക്കത്തിലായിരുന്നു. ബേബി ക്യാമിലൂടെ നോറ നോക്കുമ്പോൾ എന്തോ ഒരു സംശയം തോന്നി അവൾ അതിന്റെ വോയിസ് ഒന്ന് കൂട്ടിവെച്ച് ശ്രദ്ധിക്കുക. ഒരു വല്ലാത്ത ശബ്ദം അപ്പോൾ അതിലൂടെ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് കുട്ടിയുടെ അടുത്തേക്ക് അവൾ ഓടി വരികയാണ്. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നോറ പെട്ടെന്ന് സെക്യൂരിറ്റിയെ കോണ്ടാക്ട് ആക്കി ഇവിടെ വല്ലാത്ത ശബ്ദം വരുന്നുണ്ട്, അടുത്ത റൂമിൽ നിന്നും ആണെന്ന് തോന്നുന്നുണ്ട് എന്ന് കംപ്ലൈന്റും പറയുന്നു. അപ്പോഴാണ് നോറയുടെ മുറിയുടെ വാതിൽ ആരോ ശക്തമായി ഇടിക്കുന്നത്. നോറ പതുക്കെ പുറത്തേക്ക് നോക്കുമ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ സാക്ഷാൽ ബാഗ്മാൻ. പെട്ടെന്ന് അവിടുത്തെ പവറൊക്കെ കട്ടാവുകയാണ്. നോറ ഓടിപ്പോയി ഒരു കത്തിയെടുത്ത് കയ്യിൽ പിടിക്കുന്നു. പോലീസിനെ വിളിക്കാൻ നോക്കുമ്പോൾ കോള് കണക്റ്റ് ആവുന്നില്ല. റൂമിന്റെ ലോക്ക് എല്ലാം തന്നെ തനിയെ അൺലോക്ക് ആവുകയും നമ്മുടെ ബാഗ്മാൻ റൂമിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. നോറ ജേക്കിനെയും എടുത്ത് കബോർഡിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ബാഗ്മാൻ നോറയെ കണ്ടുപിടിക്കുകയും അവളെ ആക്രമിക്കുകയും ചെയ്തതിനു ശേഷം ഒരു കത്രികയുമായി ജേക്കിന്റെ അടുത്തേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നോറയുടെ ബിൽഡിങ്ങിന്റെ താഴെയായി ഒരുപാട് പോലീസും ആംബുലൻസും ഒക്കെ എത്തിയിട്ടുണ്ട്. പാട്രിക്കും കരീനയും ഈ വിവരം അറിഞ്ഞ് അവിടെ ഓടിയെത്തുകയാണ്. നോറയ്ക്ക് ചെറിയ മുറിവ് മുഖത്ത് പറ്റിയിട്ടുണ്ട്. ജേക്ക് സേഫായി പോലീസിന്റെ കൂടെ തന്നെ ഉണ്ട്. അന്ന് രാത്രി പാട്രിക്കും കരീനയും നോറയും ടോണിയുടെ വീട്ടിലേക്ക് വരികയാണ്. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ടോണിയും ഭാര്യയും പാട്രിക്കിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. രാത്രി കുട്ടിയെ അടുത്ത റൂമിൽ കിടത്തി ബേബി ക്യാമിലൂടെ നോക്കി പാട്രിക്കും കരീനയും സംസാരിച്ച് കിടക്കുകയാണ്. അടുത്ത് തന്നെ നോറയും കിടക്കുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് വീണ്ടും കുട്ടിയെ ഒറ്റയ്ക്ക് കിടത്താനുള്ള ആ ഒരു ബുദ്ധി ഉണ്ടല്ലോ, അപാരം തന്നെയാണ്. പെട്ടെന്ന് ബേബി ക്യാം എടുത്തു നോക്കുമ്പോഴേക്കും വീട്ടിലെ കറണ്ട് എല്ലാം ഓഫ് ആവുകയാണ്. ടോണിയും വൈഫും വായിൽ നിന്ന് നുര വന്ന് മരിച്ചു കിടക്കുകയാണ്. ബാഗ്മാൻ കുട്ടിയെ ബാഗിലിട്ട് ഓടടാ ഓട്ടം. പുറത്ത് കാവൽ നിന്നിരുന്ന പോലീസിനെയും ബാഗ്മാൻ കൊന്നിട്ടുണ്ട്. എല്ലാ തവണത്തെയും പോലെ എല്ലാ കാര്യവും കഴിഞ്ഞ് കൊട്ടിക്കലാശം ആവുമ്പോഴേക്കും കരീന ജേക്ക് ജേക്ക് എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ മുറിയിലേക്ക് ഓടിപ്പോവുകയാണ്. പാട്രിക് ബാഗ്മാന്റെ പിറകെ ഓടി അവസാനം ആ ഗുഹയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടെ ഒരു ചെറിയ ഹോളൊക്കെ വഴി ഉള്ളിൽ കൂടി നുഴഞ്ഞു കയറി അവസാനം കുറെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ സ്ഥലത്തേക്ക് പാട്രിക് എത്തിപ്പെടുകയാണ്. അവിടെ ഓരോ ചെറിയ ചെറിയ കിളിക്കൂട് പോലെ ഒന്നും അതിലായി ഓരോ കളിപ്പാട്ടങ്ങളും വെച്ചിരിക്കുന്നത് കാണാം. ഓരോരുത്തരെയും കൊന്ന ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം എടുത്തിട്ട് ഈ കൂട്ടിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. നിറയെ മെഴുകുതിരിയും കത്തിച്ചു വെച്ചിട്ടുണ്ട്. അടുത്തായി കർട്ടൻ ഇട്ട് മറച്ചിരിക്കുന്ന ഒരു മുറി കണ്ട് അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ബാഗ്മാന്റെ ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. ജേക്ക് എന്ന് വിളിച്ച് പേടിച്ച് ബാഗിന്റെ സിപ്പ് തുറന്നപ്പോൾ അവിടെയാണ് ട്വിസ്റ്റ്. ബാഗിൽ ജേക്കില്ല. അതിലുണ്ടായിരുന്നത് ഡാഡി ഡാഡി എന്ന് വിളിച്ചു കരയുന്ന ഒരു ഓട്ടോമാറ്റിക് പാവ മാത്രമായിരുന്നു. ശരിക്കും ബാഗ്മാൻ പാട്രിക്കിനെ ട്രാപ്പിൽ പെടുത്തുകയായിരുന്നു. ബാഗ്മാൻ ആവശ്യം പാട്രിക്കിനെ ആയിരുന്നു. ബാഗ്മാൻ പാട്രിക്കിനെ ആക്രമിക്കുകയും പാട്രിക് വായിൽ നിന്ന് നുരയും പതയും വന്ന് നിലത്തു വീഴുകയും ചെയ്യുന്നു. പാട്രിക്കിന് തന്റെ ശരീരം അനക്കാൻ സാധിക്കുന്നില്ല. ബാഗ്മാൻ അവിടെ ഇരുന്ന് അടുത്തൊരു കിളിക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ പാട്രിക്കിന്റെ ആ ചെറിയ കത്തിയും എടുത്തു വെച്ചു.
പാട്രിക്ക് പണ്ട് തൻ്റെ അച്ഛൻ ബാഗ്മാനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയും തൻ്റെ അച്ഛൻ തനിക്ക് ഗിഫ്റ്റായി തന്ന ആ കത്തി എടുക്കാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ബാഗ്മാൻ അപ്പോഴേക്കും ബാഗിൻ്റെ സിപ്പ് ഓപ്പൺ ആക്കുന്ന രംഗമാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത ശബ്ദമാണേ. പാട്രിക് എങ്ങനെയോ കത്തിയെടുത്ത് ബാഗ്മാൻ്റെ കഴുത്തിൽ കുത്തിയിറക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പാട്രിക്കിന് അപ്പോൾ തന്നെ ആ ഫ്ലൂട്ട് കൈക്കലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഫ്ലൂട്ട് പാട്രിക്ക് ഗുഹയ്ക്ക് പുറത്തേക്ക് എറിയുകയാണ്. പിന്നിലൂടെ വന്ന ബാഗ്മാൻ പാട്രിക്കിനെ കടന്നു പിടിച്ച് ചുരുട്ടിക്കൂട്ടി ഒടിച്ച് പപ്പടമാക്കി ആ ബാഗിന്റെ ഉള്ളിലേക്ക് ആക്കുകയാണ്. തീർന്നു. എന്നിട്ട് ബാഗ് ക്ലോസ് ആക്കുകയാണ്. പാട്രിക്കിനെ അന്വേഷിച്ചു വരുന്ന പോലീസിനും കരീനയ്ക്കും പാട്രിക്കിന്റെ ഫ്ലൂട്ട് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഗുഹയുടെ കവാടം പുറത്തു നിന്ന് ഗ്രില്ലിട്ട് അടച്ചിരിക്കുന്നതാണ് അപ്പോൾ അവർ കാണുന്നത്. കരീനയും ജേക്കും നോറയ്ക്ക് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. കരീന മകനോട് പറയുന്നുണ്ട്, ഈ ഫ്ലൂട്ട് ഒരിക്കലും നീ കളയരുത്, എന്നും ഇത് നിന്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്നും. കുഞ്ഞു ജേക്ക് കരീനയോട് ഓക്കെ എന്ന് പറയുകയാണ്. അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു സിനിമയുമായി വീണ്ടും വരാം. ബൈ.